ആക്ച്വൽ റിവ്യൂ ചെയ്യണോ പറഞ്ഞിട്ട് എന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ ചാനലിൽ ചെക്ക്ഔട്ട് ചെയ്യാം. സോ ആ വീഡിയോയുടെ കമന്റ് ബോക്സില് ഒരു 100% 90% ആൾക്കാരും സ്കിൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാന്ന് ചോദിച്ചിരിക്കുന്നത്. സ്കിൻ ടൂളിന്റെ ആപ്പ് നെയിം, സ്കിൻ ടൂൾ എങ്ങനെയാ യൂസ് ചെയ്യാം, സ്കിൻ ടൂളിന്റെ വീഡിയോ ഇടുവോ എന്നൊക്കെ. അപ്പോ ഇത്രയും വലിയ റിക്വസ്റ്റ് ചെയ്തല്ലേ നമ്മൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ്ടിരിക്കുക. സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൂൾ റിവ്യൂ ചെയ്യണം ഗൈസ്. അപ്പൊ ഇന്ന് രാവിലെ ഇട്ട വീഡിയോക്ക് 2000 വലിയ വ്യൂസ് ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് ഞാൻ രാവിലെ പറഞ്ഞത് റോഡ് ടു 250 സബ്സ്ക്രൈബേഴ്സ് എന്നാണ്. സോ ഏകദേശം ഇപ്പൊ 300 ആവാനായിട്ടുണ്ട്. എനിക്കറിയാം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആവുമ്പോൾ 300 ആയിട്ടുണ്ടാവുന്നത്. സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ് എന്ന് പറയുന്നത് റോഡ് ടു 1350 ആണ് ഗൈസ്. ആൻഡ് ഈ വീഡിയോന്റെ ലൈക്ക് ടാർഗറ്റ് പറയുന്നത് 175 ആണ് ഗൈസ്. നിങ്ങൾ വിചാരിച്ച 175 വരെ 500 ലൈക്ക് വരെ അടിക്കാൻ പറ്റും ഗൈസ്. അപ്പോ നമുക്ക് ലാഗാക്കുന്ന നേരെ നമുക്ക് വീഡിയോട്ട് കിടക്കാം. സോ അതിനെ നിങ്ങൾ ആദ്യം തന്നെ 2 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കണം. ഈ കാണുന്ന ഷിസുക്കു പറഞ്ഞ ആപ്പും പിന്നെ SD സ്കിൻ ടൂൾ പറഞ്ഞ ആപ്പും. ആദ്യം തന്നെ നിങ്ങൾ ഷിസുക്കു ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന പെയർ വൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വയർലെസ് ഡിബഗിങ് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. ശ്രദ്ധിക്കുക, അത് ഓഫ് ആയിരിക്കും, അത് ഓൺ ആക്കണം. അത് ഓൺ ആക്കണമെങ്കിൽ നിങ്ങൾ വൈഫൈ വേണം കണ്ടാക്കാൻ. വൈഫൈ ഷുവർ ആണ് ഗൈസ്. എന്നിട്ട് നിങ്ങൾ പെയർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കോഡ് വരും. എല്ലാ ഫോണിലും ഡിഫറെന്റ് കോഡ് ആയിരിക്കും. സോ ആ വരുന്ന കോഡ് മേലെ കാണുന്ന അതിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ബാക്ക് ആയതിന് ശേഷം അവിടെ സ്റ്റാർട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ആ സ്റ്റാർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിലൊന്ന് 3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി അത് ബാക്ക് ആവും. ഓട്ടോമാറ്റിക്കലി ബാക്ക് ആവുന്നതിന്റെ അർത്ഥം പറയുന്നത് ഷിസുക്ക് റണ്ണിങ് ആയി എന്നാണ് അർത്ഥം. എന്നിട്ട് നിങ്ങൾ സ്കിൻ ടൂൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പെർമിഷൻ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിൽ ഇംഗ്ലീഷ് സെലക്ട് ആക്കിയിട്ട് ഇതിൽ കാണുന്ന ഡു നോട്ട് ഷോ ദിസ് കൊടുത്തിട്ട് ലെറ്റ്സ് ഗോ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. FF ആണോ FF മാക്സ് ആണോ എന്ന് ചോദിച്ചിട്ട്. സോ നിങ്ങൾ യൂസ് ചെയ്യാൻ കൊടുക്കുക. ഞാൻ FF ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ FF ക്ലിക്ക് ചെയ്തു. സോ ഇവിടെ വരുമ്പോൾ ഒരു ആഡ് വരും, അതൊന്ന് സ്കിപ്പ് ആക്കുക. സോ സ്കിപ്പ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണിക്കും. ഇതിൽ ബണ്ടിൽസ് ഉണ്ട്, വെപ്പൺസ് ഉണ്ട്, ഇമ്പോർട്ട്സ് ഉണ്ട്. ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ബണ്ടിൽസിലാണ് പോണത്. ബണ്ടിൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബണ്ടിൽസ് കാണാൻ സാധിക്കും ഗൈസ്. സോ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ 2-3 ബണ്ടിൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് കാട്ടിത്തരാം. സോ ഗൈസ് ഇതെങ്ങനെ വർക്ക് ആവുക വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത് വെക്കി. ഇതിൽ ഫ്രണ്ടിൽ കാണുന്ന ഇഗ്രിസ് പറഞ്ഞ ക്യാരക്ടർ ഇട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ബണ്ടിലായിട്ട് മാറും ഗൈസ്. സോ ഞാൻ അത് കാട്ടിത്തരാം. സോ അതിൽ ക്ലിക്ക് ആക്കിയിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡിങ് അത് പെട്ടെന്നാവും. അത് അയക്കുന്ന ഒരു ആഡ് വരും. സോ ആഡ് ഒന്നും നിങ്ങൾ നോക്കണ്ട. അവിടെ താഴെ ഡൗൺലോഡ് കംപ്ലീറ്റ് എടുത്ത് കാട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി ഗൈസ്. എന്നതിന് ശേഷം നിങ്ങൾ ഗെയിമിൽ കയറുക ഗൈസ്. സോ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. ഇഗ്രിസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇടുമ്പോഴാണ് ആ ബണ്ടിലാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇഗ്രിസ് വന്ന ക്യാരക്ടർ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ബോഡി ഡീഫോൾട്ട് ഇട്ടുകൊണ്ട് ബോഡി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഒന്നും കൂടി ഞാൻ നേരെ വാൾട്ടിൽ പോയിട്ട് കാട്ടിത്തരാം. സോ വാൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഡീഫോൾട്ട് ബണ്ടിൽ ഇടുമ്പോൾ ആ കാണുന്ന ഫ്രീ സ്റ്റൈൽ ആയിട്ടുള്ള ബണ്ടിലായിട്ടാണ് സ്വിച്ച് ആവുന്നത്. സോ അടുത്ത എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഗേൾ ബണ്ടിൽ എടുക്കുന്നത്. ഈ കാണുന്ന ഒരു കിടിലുമ്പോഴത്തെ ഗേൾ ബണ്ടിലാണ് സെലക്ട് ചെയ്യുന്നത്. എന്നതിന് ശേഷം അപ്ലൈ കൊടുക്കുമ്പോൾ അപ്ലൈ സക്സസ്ഫുൾ ആയി കാണും. സോ ഇതൊന്ന് ബാക്ക് അടിക്കുക, കാരണം ഓൾറെഡി ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. എന്നതിന് ശേഷം നിങ്ങൾ ഫ്രീ ഫയർ ഒന്ന് റിഫ്രഷ് ആക്കുക ഗൈസ്. എന്നിട്ട് വേണം നിങ്ങൾ കയറാൻ. സോ ഗെയിമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കപ്പല എന്ന് പറയുന്ന ഗേൾ ക്യാരക്ടർ ഇടുമ്പോഴാണ് ആ ബണ്ടിലാവുന്ന പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇതാ കപ്പല. ഇത് ഇട്ടപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടറിന്റെ ബണ്ടിൽ സ്വിച്ച് ആയിട്ടുണ്ട്. സോ ഇനി എനിക്കിത് നിങ്ങൾ കോയിൻ കൊടുത്തത് മേടിച്ചാൽ നിങ്ങൾക്ക് ആ ബണ്ടിൽ കിട്ടും. അതായത് ആ ക്യാരക്ടർ കിട്ടും. അതിന്റെ ഡീഫോൾട്ട് ബണ്ടിലാണ് കിട്ടുക. സോ അടുത്തതായിട്ട് ഞാൻ ഈ കാണുന്ന ബണ്ടിലാണ് സെലക്ട് ചെയ്യുന്നത്. സോ അതിന് ശേഷം അപ്ലൈ കൊടുത്തു. സോ അപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ആഡ് വരും. അത് സ്കിപ്പ് ആക്കുക, കാരണം ഓൾറെഡി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ എന്നതിന് ശേഷം ഞാൻ ഗെയിമിൽ കയറിയിട്ട് അവർ പറഞ്ഞ ക്യാരക്ടർ എക്യിപ്പ് ചെയ്ത് നോക്കുകയാണ്. അതായത് അവർ എലൈറ്റ് അലോക്കാണ് പറയുന്നത്. സോ അലോക്ക് കൊടുത്തിട്ട് എലൈറ്റ് നമുക്ക് വെച്ച് നോക്കാം. സോ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ബണ്ടിൽ എക്യിപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കാണുന്നില്ല. സോ ഞാൻ വാൾട്ടിൽ പോയിട്ട് ഡിഫോൾട്ട് ബണ്ടിൽ എക്യിപ്പ് ചെയ്ത് കാട്ടിത്തരാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും. അതായത് ഞാൻ ഡിഫോൾട്ട് എക്യിപ്പ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ആ ഒരു ബണ്ടിലായിട്ട് സ്വിച്ച് ആവുകയാണ് ഗൈസ്. സോ നിങ്ങൾക്കൊക്കെ ഫ്രീ സ്റ്റൈലായിട്ട് ഇട്ട് കളിക്കാൻ പറ്റും ഗൈസ്. ഇപ്പോൾ ഈ കാണുന്ന ബണ്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി പലർക്കും ഉള്ള ഡൗട്ടാണ് ഇത് വെച്ച് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുമെന്ന്. സോ നിങ്ങൾക്ക് തന്നെ ഞാൻ പ്രൂഫ് ആയിട്ട് കാട്ടിത്തരാം. ഞാൻ ഇപ്പോൾ ട്രെയിനിങ്ങിനോട് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി പലർക്കുള്ള മറ്റൊരു ഡൗട്ടാണ് ഇത് യൂസ് ചെയ്ത ID ബാൻ കിട്ടുമെന്ന്. ഗൈസ് ഞാൻ പറയുകയാണെങ്കിൽ ID ബാൻ കിട്ടില്ല, 100% ഷുവർ ആണ്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മാത്രമേ കാണത്തുള്ളൂ, മറ്റുള്ള പ്ലേയേഴ്സിനൊന്നും കാണത്തില്ല. മറ്റുള്ള പ്ലേയേഴ്സിന് ഹാംഫുള്ളും അല്ല. സോ ഇത് ഫ്രീ സ്റ്റൈലായിട്ട് അക്കൗണ്ട് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ സ്റ്റൈലായിട്ട് ഡ്രസ് ഇട്ട് കളിക്കാൻ പറ്റുന്ന ഒരു വർത്ത് ആയിട്ടുള്ള ഒരു സ്കിൻ ടൂൾ ആണ് ഗൈസ് ഇത്. അപ്പോൾ സ്കിൻ ടൂൾ എങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കണം. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ആന്റി ബാൻ ആണ്. സോ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. ഈ സ്കിൻ ടൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് മാത്രമേ കാണത്തുള്ളൂ. ഒരു ഹാക്കോ പാനലോ ഒന്നുമല്ല ഗൈസ്. ഇത് നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. സോ ഇപ്പോ ഫ്രീ സ്റ്റൈലായിട്ട് നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സ്, അവർക്ക് പൈസയൊന്നുമില്ല നല്ല രീതിയിലുള്ള നല്ലൊരു അക്കൗണ്ട് എടുക്കാനായിട്ട്. സോ അവർക്കൊക്കെ ഇത് വളരെ വർത്താണ് ഗൈസ് ഈ സ്കിൻ ടൂള്.
കാരണം നമുക്ക് മാത്രമേ ഇത് കാണത്തുള്ളൂ, ബാക്കിയുള്ള പ്ലേയേഴ്സിനൊന്നും ഹാർംഫുൾ അല്ല. സോ മറ്റുള്ള പ്ലേയേഴ്സൊക്കെ ഡീഫോൾട്ട് സ്കിൻ ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട് സ്കിൻ ടൂൾ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാണും ഗൈസ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റോഡ് ടു 1350 സബ്സ്ക്രൈബേഴ്സ് ആണ് ആൻഡ് 175 ആണ് ലൈക്ക് ടാർഗറ്റ്. ആൻഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്റെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ ആസിഫ് സൈനിങ് ഓഫ്.